ഇവിടുത്തെ ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഈ ഭൂമി വഖഫ് ലാൻഡ് ആണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ കരമടയ്ക്കാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ സർക്കാരാ. കരമടയ്ക്കേണ്ടെന്ന് പറയുന്നത് സർക്കാരല്ലേ വഖഫിന് വേണ്ടിയിട്ട്. അപ്പൊ അത് തന്നെയല്ല, ഇവർ പറയുന്നത് ഏറ്റവും ആദ്യം ഈ വിഷയം പറഞ്ഞത് വഖഫ് ലാൻഡ് അല്ല എന്ന് പറഞ്ഞത് വി ഡി സതീശനാണ് എന്ന് പറയുകയാണ് കോൺഗ്രസ്. വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഇവർ രണ്ടുപേരോട് കൂടിയിട്ടല്ലേ നിയമസഭയിൽ നിന്ന് ഈ വഖഫ് ലാൻഡിന് അനുകൂലമായിട്ട് വഖഫ് ലാൻഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസാക്കി ഇവർ സെൻട്രലിലോട്ട് വിട്ടത്. ഇവർ രണ്ടുപേരെ ചേർന്നല്ലേ. ഏറ്റവും ചിരി വരുന്നത് ഇന്നലെ കോൺഗ്രസ്സുകാർ ഇറക്കിയിരിക്കുന്ന ഒരു പ്രസ്താവന, വി ഡി സതീശനാണ് ഇത് ആദ്യമായിട്ട് വഖഫ് ഭൂമിയല്ലെന്ന് പറഞ്ഞു. ഇവിടുത്തെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം. ഞങ്ങൾ ഇന്ന് ഈ സമരത്തിന് ഇറങ്ങി അന്ന് നാലിൽ പഠിക്കുന്ന പിള്ളേരെല്ലാവരും പറയുന്നുണ്ട് ഇത് വഖഫ് ഭൂമിയല്ലെന്നുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. അല്ലാതെ വി ഡി സതീശനൊന്നും അല്ല. വി ഡി സതീശൻ 10 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്നും പറഞ്ഞു വന്നിട്ടൊരു 10 മിനിറ്റ് നാടകം കാണിക്കാൻ വേണ്ടി മാത്രമേ ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. പിന്നെ ഈ KLC ഒക്കെ ഇവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 200ാം ദിവസമാണ് KLC എന്ന് പറയുന്ന സംഘടന ഇവിടെ വരുന്നത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു പ്രസ്താവന പുറത്ത് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുനമ്പം ഭൂമി അത് വഖഫിൻ്റെതല്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു. ഒരുപാട് നാളുകളായിട്ട് മുനമ്പം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം BJP ആണ് ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് മുനമ്പം ജനതയ്ക്കൊരു പിന്തുണയായിട്ട് വന്നിരുന്നത്. അതിൽ പാർലമെന്റിൽ കൃത്യമായിട്ട് വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരുന്ന ഒരു സാഹചര്യവും എല്ലാം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ തന്നെ BJPക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് മുനമ്പം ജനത ആ ഒരു സമയത്ത് തന്നെ എടുത്തിരുന്നു. ഇപ്പോൾ ഈ പുതിയ ഒരു നിലപാട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇന്നലെ വന്ന ഒരു സമയം മുതൽക്ക് തന്നെ BJPയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്താണെന്നുള്ളത് നമുക്ക് BJPയുടെ കാര്യകർത്താക്കളോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഈ സമയത്ത് ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സുമിത് ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇപ്പോൾ മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു നിലപാട് ഇന്നലെ വളരെ പോസിറ്റീവാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംഭവം പുറത്തു വന്നിട്ടുണ്ട്. യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇപ്പോൾ BJPയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടുണ്ട്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഇന്ന് ഈ മുനമ്പത്ത് ഒരു BJPക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഇവിടെ നിങ്ങളുടെ ചോദ്യത്തെ അഭിമുഖീകരിക്കാനും നിങ്ങളോടൊപ്പം നിൽക്കുവാനും കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട്. കാരണം ഇത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഈ മുനമ്പത്തെ ജനതയും അതുപോലെ രാജ്യത്താകമാനം ഈ കുഴപ്പങ്ങളുണ്ടെങ്കിലും കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ മുനമ്പം ജനത വളരെയേറെ ബുദ്ധിമുട്ടുകളിലൂടെ അവരുടെ സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് വരികയും വഖഫ് ലാൻഡായിട്ട് കേരള സർക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ വഖഫ് ബോർഡും ഒക്കെ ശക്തമായിട്ട് ആ നിലപാടുമായി മുന്നോട്ട് പോയൊരവസരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു വഖഫ് ഭേദഗതി നിയമം രാജ്യത്ത് കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഹൈക്കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്ത് നമ്മളെല്ലാവരും കേട്ടു. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതിന് മുന്നോട്ട് വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഈ വഖഫിൻ്റെ ഈ സംവിധാനം ഇത്തരത്തിൽ ഒരു നിയമമാറ്റം കൊണ്ടുവന്നു. അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ സെഷൻ 40 അത് എടുത്തു കളഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇത്തരത്തിൽ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുവാൻ സാധിച്ചത്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ വഖഫിനെ സംബന്ധിച്ച് നമുക്കറിയാം വൺസ് ഇറ്റ്സ് വഖഫ് ഇറ്റ്സ് ഓൾവേസ് വഖഫ് എന്നാ. അപ്പം അങ്ങനെ ഒരു സാധനം ഉണ്ടായിരിക്കുകയും അത് കേസിന് പോകണമെങ്കിൽ തന്നെ വഖഫിൻ്റെ ട്രൈബ്യൂണലിൽ മാത്രമേ കേസിന് പോകാമായിരുന്നു എന്നുള്ള ഒരു സംവിധാനത്തെ തിരുത്തി കോടതിയെ സമീപിക്കാം എന്ന് പറഞ്ഞൊരു സംവിധാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയത്. പക്ഷെ ഇങ്ങനെ ഓർഡർ കിട്ടിയപ്പോൾ അതിൽ എനിക്ക് വിരോധാഭാസമായിട്ട് തോന്നിയൊരു കാര്യം, ഇതിൻ്റെ എന്താ പറയുക, ക്രെഡിറ്റ് എടുക്കുവാൻ ഈ സമയത്ത് പിണറായി സർക്കാരും അതുപോലെ കോൺഗ്രസും മത്സരിക്കുക എന്ത് വിരോധാഭാസമാണെന്ന് ഞാൻ ചോദിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാനാണ് പറഞ്ഞത് ഇത് വഖഫ് ലാൻഡ് ആണ്. എവിടെയാണ് പറഞ്ഞത്? നിയമസഭയിലാണ് പറഞ്ഞത്. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇവിടുത്തെ ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഈ ഭൂമി വഖഫ് ലാൻഡ് ആണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ കരമടയ്ക്കാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ സർക്കാരാ. കരമടയ്ക്കേണ്ടെന്ന് പറയുന്നത് സർക്കാരല്ലേ വഖഫിന് വേണ്ടിയിട്ട്. അപ്പൊ അത് തന്നെയല്ല, ഇവർ പറയുന്നത് ഏറ്റവും ആദ്യം ഈ വിഷയം പറഞ്ഞത് വഖഫ് ലാൻഡ് അല്ല എന്ന് പറഞ്ഞത് വി ഡി സതീശനാണ് എന്ന് പറയുകയാണ് കോൺഗ്രസ്. വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഇവർ രണ്ടുപേരോട് കൂടിയിട്ടല്ലേ നിയമസഭയിൽ നിന്ന് ഈ വഖഫ് ലാൻഡിന് അനുകൂലമായിട്ട് വഖഫ് ലാൻഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസാക്കി ഇവർ സെൻട്രലിലോട്ട് വിട്ടത്. ഇവർ രണ്ടുപേരെ ചേർന്നല്ലേ. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ പറയുന്നത് ഈ വിഷയങ്ങളെല്ലാം നടത്തുകയും വഖഫ് ലാൻഡിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുകയും ആ കമ്മ്യൂണിറ്റിക്കൊപ്പം നിന്നുകൊണ്ട് വൺ സൈഡായിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി അല്ല പറയുക. നമുക്കിപ്പോൾ ഏത് കമ്മ്യൂണിറ്റി ആയാലും നിയമം നടപ്പാണ്. ഈ രാജ്യത്തൊരു നിയമമുണ്ട്. അത് സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന തരത്തിലേക്ക് വരണം. നിയമത്തിനൊപ്പം നിൽക്കുന്നതിന് പകരം വൺ സൈഡായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുകയും അത് സാധാരണക്കാരന് ദോഷമാകുന്ന തരത്തിലേക്ക് കൊണ്ടുവരികയും അതിന് മുൻകൈ എടുത്ത ഒരു സർക്കാർ ഇപ്പോൾ കോടതി ഇങ്ങനെ ഉത്തരവ് പറയുകയും അതിന് നിദാനമായത് ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ അമെൻമെന്റ് നിയമമാണെന്നിരിക്കെ, ബില്ലുമാണെന്നിരിക്കെ അതിൽ ഇത്തരത്തിൽ ഉള്ള ഒരു പൊറോട്ട് നാടകം കളിക്കുന്നത് ഞങ്ങൾക്ക് അത്ഭുതമേ ഉള്ളൂ. കാരണം ഇവരെല്ലാ കാലത്തും കളിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും ഇവിടെ വികസനം കൊണ്ടുവരുന്നത് ഞങ്ങളാണെന്ന് പറയും. ഏത് സംവിധാനം കൊണ്ടുവന്നാലും അവരാണെന്ന് പറയുന്ന ഒരു സംവിധാനമാണുള്ളത്. അപ്പോൾ അതിനെ
ഞങ്ങൾ ശരിക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് ഞങ്ങൾ കരുതുക. കാരണം ജനങ്ങൾ എല്ലാ കാലത്തും ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. ഇവിടുത്തെ സമൂഹം നിന്നിട്ടുണ്ട്, ഇവിടുത്തെ ജനതകൾ നിന്നിട്ടുണ്ട്, ലാറ്റിൻ കമ്മ്യൂണിറ്റി നിന്നിട്ടുണ്ട്, ഇവിടുത്തെ എല്ലാ സമുദായങ്ങളും ഈ വിഷയത്തോടൊപ്പം നിന്നിട്ടുണ്ട്. കാരണം അവർക്കറിയാം ഇത് ഈ രാജ്യത്ത് ആദ്യമായി നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു വിധി വരണമെങ്കിൽ ആ വിധി വന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് കരുതുന്നത്. അതിന് നിതാന്തമായ ഒരു പാർട്ടിയുടെ ഒരു ചെറിയ എളിയ പ്രവർത്തകൻ എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഈ വഖഫിന്റെ ഭൂമി എന്നുള്ള വാദം അത് തെറ്റായിരുന്നെന്നും ഇതിൽ ഈ ഒരു ഇപ്പോൾ ഹൈക്കോടതി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ പുറത്തുവിട്ടിരിക്കുന്ന തീരുമാനത്തെ സ്വാഗതം ചെയ്യാനുള്ളൊരു മനസ്സും ഇവർ രണ്ടുപേരും പരസ്യമായിട്ട് അത് എടുത്തിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നിലപാട് ഇപ്പോഴും അവർ സ്വീകരിക്കുന്നത്? അല്ല, അവർ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അവർക്ക് പരസ്യമായി ഇതിൻ്റെ അകത്തൊരു നിലപാടെടുക്കുവാൻ കഴിയുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇവർ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അതിലൊരു സമുദായത്തെയല്ല പറയുക, ആ സമുദായത്തിലെ ഒരു കുറച്ച് തീവ്രവാദ സംവിധാനത്തെ സംബന്ധിച്ച് അവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നേതൃത്വമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ നേതൃത്വത്തിന് ഇപ്പോൾ നമുക്കറിയാം ഇവർ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ പറയാൻ അവർക്ക് ധൈര്യമില്ല. ഈ കേരളത്തെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിൽ ഒരു തീവ്രവാദ ലൈനിലുള്ള ഒരു ഘടകമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ മുഖ്യമന്ത്രിക്ക് പോലും ഈ വിഷയത്തിൽ നിലപാട് പറയാൻ സാധിക്കാത്തത്. അല്ലെ പറയല്ലേ, ഈ ഹൈക്കോടതി ഇങ്ങനെ അറിവ് വന്ന് പറയുകയും അദ്ദേഹത്തിന്റെ പിന്നണി ആളുകളും ഈ കോൺഗ്രസിന്റെ പിന്നണി ആളുകളും ഒക്കെ എതിരെ കടന്ന് പറയുന്നുണ്ട്. അവർ ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങളാണ് കൊണ്ടുവന്നത്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചോളം നേതൃത്വം പറയുന്നില്ല? നേതൃത്വം പറയുകയില്ല. അവർക്ക് പരസ്യമായ നിലപാടെടുത്താൽ അവർ വിവരം അറിയും. അപ്പൊ ആ തരത്തിലാണ് കേരളത്തിന്റെ ഒരു പോക്ക്. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകൾ പൂർണ്ണമായിട്ടും ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുകയും അതോടൊപ്പം തന്നെ ഈ മുനമ്പം ഭൂമി അത് വഖഫാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാലങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹൈക്കോടതിയുടെ ഈ ഒരു നിലപാട് വന്നതിന് ശേഷം ഇവർ സ്വാഭാവികമായിട്ട് സുപ്രീം കോടതിയിൽ സ്റ്റേ എന്നുള്ള സംവിധാനത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അതിനെ BJP-യുടെ ഭാഗത്തു നിന്ന് എങ്ങനെയായിരിക്കും മുനമ്പം ജനതയ്ക്കുള്ള പിന്തുണ? അത് അവർ പോകട്ടെ. അവരങ്ങനെ പോയാൽ പോകും, സ്വാഭാവികമായും അത് പോകാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഇത് കൊടുത്ത് ശീലമില്ലല്ലോ. എന്നും ഇത്തരത്തിൽ ഈ കള്ളത്തരങ്ങൾ കാണിച്ച് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയൊരു ശീലമാണ് ഇതിനുള്ളത്. അപ്പൊ അതിനൊരു മാറ്റം വരുത്തുവാനാണ് സർക്കാർ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവർക്ക് സുപ്രീം കോടതി പോകാനുള്ള അവകാശമുണ്ട്. പോകട്ടെ. തീർച്ചയായും എല്ലാവിധ നിയമ പിന്തുണയും ബാക്കിയുള്ള കാര്യങ്ങളുമായി BJP ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം ഇപ്പോൾ ഈ ഓർഡർ വന്നു. ഞാൻ പറയുന്നത് ഇന്ന് രാവിലെ മുതലെങ്കിലും ഇവർക്ക് കരമടയ്ക്കുവാനുള്ള റൈറ്റ് കൊടുക്കണ്ടേ? ഇത്രയും കാലം എന്തിന്റെ അടിസ്ഥാനത്തിൽ കരമടയ്ക്കുവാൻ ഇവർ അവകാശം കൊടുത്തില്ല? ഇവർ ഈ പറയുന്നു ഈ ബോർഡിന്റെ അടിസ്ഥാനത്തിലാണ്, വഖഫിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നു. ഇതിപ്പം ഇന്നലെ കോടതി അത് ഉത്തരവ് പിൻവലിച്ചില്ലേ? അല്ലെങ്കിൽ ഓർഡർ പറഞ്ഞില്ല വഖഫ് ഭൂമി അല്ലെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞെങ്കിൽ എന്ത് തന്നെ ആ സ്പോട്ടിൽ ഇത് കൊടുക്കണം. കാരണം ഇവരാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് നൂലമാലകൾ? എന്താ ഒരു നൂലമാലയില്ല. കരം മേടിക്കാൻ പറഞ്ഞാൽ കരം മേടിക്കണം. ആ കരം മേടിക്കാനുള്ള റൈറ്റ് ഇവിടുത്തെ സാധാരണക്കാരന് കൊടുക്കുവാനുള്ള അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടണം. അത് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് അത് ആയി പറയുന്ന ഓർഡർ പ്രഖ്യാപിക്കാൻ വേണ്ടേ? കാരണം ഇവർ പേടിച്ചിട്ട് പറയാല. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ തീവ്രവാദ സമൂഹം തിരിഞ്ഞു നിൽക്കുമെന്നുള്ള പേടിയാണ് പിണറായിക്കും സതീശനും ഒക്കെ. എന്തുകൊണ്ട് പറയുന്നില്ല? കൊടുക്കട്ടെ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ ഇപ്പോ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കുന്നതിന് മുന്നോടിയായിട്ടുണ്ടായ സമരം, ഈ സമരത്തിൽ വല്ലപ്പോഴും മാത്രം മുഖം കാണിക്കുന്ന ചില ക്രൈസ്തവ സംഘടനകൾ അവരിപ്പോ ഈ ഒരു വിഷയത്തിൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിജയം അല്ലെങ്കിൽ ഇതിന്റെ പോരാട്ടം ഞങ്ങൾ നടത്തി വിജയിപ്പിച്ചതാണെന്നുള്ളൊരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമുണ്ട്. അതിനെ ഏത് തരത്തിലാണ് കാണുന്നത്? ഇതിന് സാധാ ഭാഷയിൽ പറഞ്ഞ ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് പറയും. മനസ്സിലായില്ലേ? ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് പറയും. കാരണം മുനമ്പം ജനത ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷമാകുന്നു. ഈ 4 വർഷത്തിനിടയിൽ ഈ 1 വർഷത്തിന് മുമ്പാണ്, ഇന്ന് നാളെ 1 വർഷം തികയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ഞങ്ങൾ സമരം ആരംഭിച്ചപ്പോഴൊന്നും ആരും ഇവിടെ വന്നിരുന്നില്ല. ഒരു സംഘടനകളും ഉണ്ടായിരുന്നില്ല. മുനമ്പം ജനതയുടെ കിട്ടാവുന്ന ആൾക്കാരെ കൂട്ടിയിട്ടാണ് ഈ സമരപ്പന്തലിൽ ഒരു ചെറിയൊരു ഷെഡ് കിട്ടുക. 200-ാം ദിവസം ഇപ്പം താങ്കൾ പറയുന്ന ഈ സംഘടനകൾ, പ്രത്യേകിച്ച് ഞങ്ങൾ പറയാൻ ഇന്ന് ഞാൻ ചിരിച്ചുപോയി സത്യം പറഞ്ഞാൽ. രാവിലെ അതായത് KLCA KRLCC എന്ന് പറയുന്ന ഒരിക്കലും മുനമ്പം ജനത KLCA KRLCC എന്ന് പറയുന്ന സംഘടനകൾക്കെതിരല്ല. പക്ഷെ അതിൻ്റെ 2 നേതാക്കളുണ്ട്, അഡ്വക്കേറ്റ് ഷെറീം, ഒരു ജൂഡ് ജോസഫ് എന്ന് പറയുന്നത്. ഇവർക്ക് 2 പേർക്കും നമ്മളെതിരാണ്. കാരണം ഇവർ കോൺഗ്രസിന്റെ അടിമകളാണ്. കോൺഗ്രസിന് വേണ്ടി എങ്ങനെ കോൺഗ്രസിനെ ഇവിടെ പ്രദർശിപ്പിക്കാം, കോൺഗ്രസിന് വേണ്ടി എങ്ങനെ ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടെ വന്നവരാണ്. അപ്പൊ അതിനെതിരെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ഇവർക്ക് 2 പേർക്കുമാണ് ഈ ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് പറയുന്ന ഈ സംഭവമുള്ളത്. അത് കാരണമാണ് ഇപ്പൊ ഏറ്റവും ചിരി വരുന്നത്, ഇന്നലെ കോൺഗ്രസ്സുകാർ ഇറക്കിയിരിക്കുന്ന ഒരു പ്രസ്താവന, VD സതീശനാണ് ഇത് ആദ്യമായിട്ട് വഖഫ് ഭൂമിയല്ലെന്ന് പറഞ്ഞു. ഇവിടുത്തെ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം
ഞങ്ങൾ എന്ന് ഈ സമരത്തിനിറങ്ങി അന്ന് നാലിൽ പഠിക്കുന്ന പിള്ളേരെല്ലാവരും പറയുന്നുണ്ട് ഇത് വഖഫ് ഭൂമിയല്ലെന്നുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. അത് വി ഡി സതീശനൊന്നുമല്ല. വി ഡി സതീശൻ 10 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്നും പറഞ്ഞു വന്നിട്ടൊരു 10 മിനിറ്റ് നാടകം കാണിക്കാൻ വേണ്ടി മാത്രമേ ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. പിന്നെ ഈ KLC ഇവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 200-ാം ദിവസമാണ് KLC എന്ന് പറയുന്ന സംഘടന ഇവിടെ വരുന്നത്. 200-ാം ദിവസം വന്നതിന് ശേഷം സർക്കാരിനെതിരെ ശബ്ദിക്കാനാണ് അവർ നിന്നത്. അതായത് ഇപ്പോഴത്തെ കറണ്ട് സർക്കാരിനെതിരെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ സമരം വിജയിപ്പിച്ചു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സമരം ചെയ്ത മുനമ്പം ജനത ഒന്നുമല്ല, ഈ ഡബിൾ ഡാഡി സിൻഡ്രോമുള്ള ഈ 2 നേതാക്കന്മാരടങ്ങുന്ന ഈ സംഘടനകളുടെ അവരാണ് പിതൃത്വം ഏറ്റെടുത്തേക്കുന്നത്. ഒരു ടീം കോൺഗ്രസ്സുകാർ പറയുന്നത് വി ഡി സതീശനാണ് ആദ്യം പറഞ്ഞത്. ഇത് കോടതിക്ക് മനസ്സിലായത് കൊണ്ടാണ് കോടതി ഇത് പറഞ്ഞത് ഇത് വഖഫ് ഭൂമിയല്ലെന്ന്. അല്ലാതെ വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യമല്ല ഇതും ഞങ്ങൾക്ക് എല്ലാവർക്കും മുനമ്പം ജനത എന്ന് സമരത്തിനിറങ്ങി അന്ന് തുടങ്ങി പറയുന്ന ഒരു കാര്യമാണ് ഇത് വഖഫ് ഭൂമിയല്ലെന്ന്. അല്ലാതെ വി ഡി സതീശൻ പറഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പൊ ഇവിടെ നടക്കുന്ന നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതിൽ ഓർക്കാത്തൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇങ്ങനെ ഒരു വിധി പ്രസ്താവിക്കാൻ സാധിച്ചത്? കാരണം സെക്ഷൻ 40A എന്ന് പറയുന്ന ഒരു കാര്യം ഇന്നില്ല. ഏപ്രിൽ 5-ന് മുമ്പായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ഈ ഒരു വിധിയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അന്ന് ഇതിന്റെ എല്ലാ പ്രാധാന്യങ്ങളും കൊടുത്തിരുന്ന അന്തിമ വിധി പറയാനുള്ള ട്രൈബ്യൂണലാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ചെറിയൊരു നിരീക്ഷണത്തിൽ ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കുള്ളൂ ട്രൈബ്യൂണലിൽ ഒരു കേസ് നടക്കുമ്പോൾ ഹൈക്കോടതി ഇങ്ങനെ ഒരു വിധി പ്രസ്താവിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് പ്രസ്താവിച്ചത്? കാരണം സെക്ഷൻ 40A എന്ന് പറയുന്ന ഒരു കാര്യമില്ല. പിന്നെ എല്ലാത്തിലുപരി ചില കാര്യങ്ങൾ നമ്മൾക്ക് ഉപകാരപ്പെടും. കാരണം വിസർജ്യം വളമായി നല്ല ഫലമുള്ള വൃക്ഷങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഒരു വിസർജ്യമായിരുന്നു വഖഫ് സംരക്ഷണ വേദിയും വഖഫ് സംരക്ഷണ സമിതി. അവര് ഈ കമ്മീഷനെതിരെ കൊണ്ടുപോയി കൊടുത്ത ഒരു കേസ് ഇല്ലായിരുന്നു വെച്ചെങ്കിൽ, നേരെ മറിച്ച് ഈ കമ്മീഷന് സ്റ്റേ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു കേസ് ഇങ്ങനത്തെ ഒരു വിധി വരെയില്ലായിരുന്നു. അപ്പൊ അതാണ് പറഞ്ഞ വിസർജ്യം വളമായി നല്ല ഫലമുള്ളൊരു വൃക്ഷം സൃഷ്ടിക്കുക. അതാണ് വഖഫ് സംരക്ഷണ വേദി വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഈ വിസർജ്യങ്ങൾ കാരണം ഞങ്ങൾക്ക് നല്ലൊരു ഫലമായുള്ള ഒരു വിധി കിട്ടി. അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ഞങ്ങൾക്ക് വളരെയേറെ നന്ദിയുണ്ട്. എന്നും കടപ്പെട്ടവരായിരിക്കും. കാരണം ഇതുപോലൊരു വിധി മുനമ്പം ജനതയുടെ ഹൃദയത്തിലേക്ക് തന്നൊരു വിധിയായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ചേട്ടാ നമസ്കാരം. ചേട്ടാ, ഇപ്പോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ഒരു നിലപാട് ഇനി മുനമ്പം ജനതക്കൊപ്പം തന്നെ കൃത്യമായിട്ടുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ LDF-ഉം UDF-ഉം ഇപ്പോൾ ഒരു വ്യാജമായിട്ടുള്ള ഒരു പ്രചരണം ഈ മുനമ്പത്തും അല്ലെങ്കിൽ ഈ പള്ളിപ്പുറം പഞ്ചായത്തിലും പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റും അത് ഞങ്ങൾക്ക് ഓരോരുത്തരെ കാണുന്നുള്ള രീതിയിൽ ഇതിന്റെ നേതാക്കന്മാർ പറയുന്നു, ഫ്ലെക്സ് വെക്കുന്നു, ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തുന്നു. ഇവിടുത്തെ ആദ്യം മുതൽക്കേ തന്നെ സമരത്തിനോടൊപ്പം ഉണ്ടായ ഒരു BJP-യുടെ കാര്യകർത്താവ് എന്ന നിലയിൽ താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഇത് തുടക്കം മുതൽ ഈ 3 വർഷം മുമ്പ് ഇതിൻ്റെ റവന്യൂ അധികാരങ്ങൾ ഈ ഇല്ലായ്മ ചെയ്ത സംവിധാനം ഉണ്ടായി നമ്മുടെ സംസ്ഥാന സർക്കാർ. ആ ഇല്ലായ്മ ചെയ്യേണ്ട സാഹചര്യം എന്താണ്? ഈ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇല്ലായ്മ ചെയ്തത്. അന്ന് മുതൽ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം BJP ഉണ്ട്. ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഈ ഫറൂഖ് കോളേജിൽ നിന്നും പൈസ കൊടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾ വാങ്ങിച്ച ഭൂമിയാണ്. അതിനുവേണ്ടി ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് യാതൊരുവിധ താല്പര്യങ്ങളില്ലാതെ ഒരു വോട്ട് ബാങ്കും ലക്ഷ്യം വെക്കാതെ BJP മുന്നോട്ട് വന്നു. പക്ഷേ മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ LDF ആയാലും UDF ആയാലും വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിയമസഭയിൽ ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന് കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ലിന് എതിരായിട്ടും ഈ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കുകയും ചെയ്ത ആളുകളാണ്. ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്നൊരു അഭിപ്രായം പറയുകയും കോട്ടയത്തും നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ വിവിധ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്ത ആളുകളാണ് LDF-ഉം UDF-ഉം. അന്ന് മുതൽ തുടക്കം മുതൽ ഈ സമരത്തിൽ BJP ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പമുണ്ട്. ഈ BJP-യുടെ ഇവിടുത്തെ സാധാരണ ബൂത്ത് പ്രവർത്തകർ തുടങ്ങി ഈ അഖിലേന്ത്യാ ഭാരവാഹികൾ വരെ അതുപോലെ കേന്ദ്രമന്ത്രിമാർ വരെ ഈ സമരത്തിന് വേണ്ടി അന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഇവിടുത്തെ പള്ളി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ വികാരിയച്ഛൻ ഉൾപ്പെടുന്ന ആളുകളൊക്കെ ക്ഷണിച്ചു വരുത്തിയിരുന്നു കാരണം BJP-നെ കൊണ്ട് മാത്രമോ BJP 40 എടുത്തു കളഞ്ഞതുകൊണ്ട് മാത്രമോ ഇതിങ്ങനൊരു നിയമം ഉണ്ടാകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വിധിയെ BJP സ്വാഗതം ചെയ്യാണ്. ഈ BJP ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഈ നാട്ടിലെ ജനങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള അവകാശം LDF എടുത്തു കളഞ്ഞ അവകാശങ്ങൾ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പണമെന്നാണ് BJP-ക്ക് പറയാനുള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ BJP ആദ്യം മുതൽക്കേ തന്നെ ഈ ഒരു വിഷയത്തിൽ മുനമ്പം ജനതക്കൊപ്പം കൃത്യമായിട്ട് നിന്നതാണ്. ഇപ്പോൾ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ മുനമ്പം വിഷയത്തിൽ ഇതിന് ഇവിടുത്തെ ജനങ്ങൾക്ക് പിന്തുണ കൊടുത്തതും ഒപ്പം നിന്നതും ഞങ്ങളാണെന്നുള്ള രീതിയിലേക്ക് LDF UDF പറയുന്നുണ്ട്. എന്താണ് ചേട്ടൻ്റെ ഇതിലൊരു നിലപാടെന്ന്? ഞങ്ങള്
ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടല്ല ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഈ 4 വർഷം മുമ്പ് ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഒരു പോസ്റ്റ് ചെയ്ത് ഒട്ടിച്ചത് BJP ആണ്. അന്ന് തുടങ്ങി BJP ഇവിടുത്തെ ജനങ്ങളുടെ കൂടെയുണ്ട്. അതിനി എന്തു തന്നെ ആയാലും ഇതിൻ്റെ അവസാനം വരെ ഇവർക്ക് കരടക്കാനുള്ള അവകാശം പേടിക്ക് എടുക്കണവരെയും BJP ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും. അതൊരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടല്ല, സാധാ ജനങ്ങളുടെ കൂടെ. രാഷ്ട്രമാണ് ഞങ്ങൾക്ക് പ്രധാനം. BJPയെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. അത് ആദ്യമേ മുതൽ തന്നെ അവർ എടുത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മുൻപത്തെ ജനങ്ങൾക്ക് അതിൽ വിശ്വാസവുമുണ്ട്. ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും കാലം മുനമ്പം സമരപ്പന്തലിലേക്ക് വരാത്ത CPM-ന്റെയും കോൺഗ്രസിന്റെയും പല നേതാക്കന്മാരും ഇപ്പോൾ ഈ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് ഇത് വഖഫ് ഭൂമിയിൽ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വ്യാജ പ്രചരണം കൂടി നടത്തി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണെങ്കിലും വരുന്ന സമയങ്ങളിൽ മുനമ്പത്തെ ജനത തന്നെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് മുനമ്പം ജനതയുടെ ഒരു ചിന്താഗതി കൂടി വ്യക്തമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുനമ്പത്ത് നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ്.